എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ഫാമിലി റൗണ്ടിന് ശേഷം ഒരുപാട് വിഷമിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ശ്രീതുവാണ്. ബാക്കി ജാസ്മിൻ്റെ കാര്യത്തിൽ പോലും ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ജാസ്മിൻ പ്രതീക്ഷിച്ചത്, അല്ലെങ്കിൽ ജാസ്മിൻ മാത്രമല്ല വീട്ടിലെ എല്ലാവരും പ്രതീക്ഷ വെച്ചത് വീട്ടുകാർ വരുമ്പോൾ എങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ അടിയായിരിക്കും, പ്രശ്നങ്ങളൊക്കെ ആയിരിക്കുന്നു. പക്ഷേ ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും നല്ല രീതിയിൽ അത് ഡീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ ജാസ്മിന് ഒന്നുകൊണ്ട് പോസിറ്റീവ് എനർജി ആയിട്ടാണ് എനിക്ക് തോന്നിയത്, ഫീൽ ചെയ്തത്. അപ്പം പക്ഷേ നമ്മുടെ ശ്രീധുവിൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. അമ്മ വന്ന് പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് ശ്രീധുവിനോടുള്ള സ്നേഹക്കുറവൊന്നുമല്ല, സ്നേഹം കൂടുതലാണ്. അത് ഭയങ്കരമായിട്ട് പൊസസീവായിട്ടുണ്ട്. നമ്മുടെ ശ്രീധുവിനുള്ള പോലെ തന്നെ ഒരു പൊസസീവ് ഉണ്ട്. തൻ്റെ മോൾ എപ്പോഴും എല്ലാത്തിനും പോസിറ്റീവാണ്, വിൻ ചെയ്യണം, എല്ലാവരിൽ നിന്ന് വ്യത്യസ്തമായി മാറി നിൽക്കണം എന്നൊക്കെയുള്ള ആഗ്രഹമുള്ള അമ്മയാണ് ശ്രീധുവിൻ്റെ അമ്മ. അപ്പം നെഗറ്റീവ് ആകാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കോംബോ ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ ഈ ഒരു അർജുനും അതുപോലെ തന്നെ നമ്മുടെ ശ്രീധുവും നമ്മളുള്ള ആ ഒരു കോംബോ ഇഷ്ടപ്പെടുന്നില്ല അമ്മ. അപ്പോൾ അതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും മോള് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്യാരക്ടറാണ് ശ്രീധുവിൻ്റെ അമ്മയ്ക്കുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു, പക്ഷെ അത് പറഞ്ഞ ഒത്തിരി കൂടിപ്പോയി. അത് പറഞ്ഞ രീതി പറയാമായിരുന്നു, പക്ഷെ പറഞ്ഞ രീതി ഒത്തിരി കൂടിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എന്തായാലും അത് കേട്ടിട്ട് ആദ്യം കുറച്ച് ദിവസം, ഈ 2-3 ദിവസത്തേക്ക് നമ്മൾ ശ്രീധുവിൻ്റെ കിളി പോയ പോലെ ആയിരുന്നു. അപ്പോൾ എന്തായാലും പോയ കിളിയൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മുടെ അർജുനുമായിട്ട് ഭയങ്കര ഡാൻസ് പ്രാക്ടീസ് ആയിരുന്നു ഇന്നലെ രാത്രിയിലൊക്കെ. അതായത് ലാലേട്ടൻ്റെ ആ ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും എല്ലാവരും. അപ്പം അറിയാതെ എന്നുള്ള ആ സോങ്ങാണ്. അപ്പം ആദ്യമേ നമ്മുടെ ജാസ്മിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഊട്ടിപ്പട്ടണം എന്നുള്ള പാട്ടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പാട്ട് അറിയാതെ എന്നുള്ള പാട്ട് നമ്മുടെ ശ്രീതും അർജുനും കൂടെ ചെയ്യുന്നത്. അപ്പം പറ്റുന്ന ഒരു കോംബോ ആണല്ലോ അവർ. അപ്പം എന്തായാലും ശ്രീതുവിന് അറിയാം, ശ്രീതു ഇത്ര നാൾ നിന്ന് പോയത് ഈ ഒരു കോംബോ പിടിച്ച് തന്നെയാണെന്ന്. അതുകൊണ്ട് തന്നെ വീണ്ടും ഈ ഒരു കോംബോയിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. എത്രയൊക്കെ പറഞ്ഞാലും ശ്രീതുവിന് ഈ ഒരു കോംബോ ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. മാത്രമല്ല അർജുനോട് എന്തോ ഒരു പ്രത്യേക ഫീലിങ്സ് നമ്മുടെ ശ്രീധുനുണ്ട്. അത് ഫ്രണ്ട്ഷിപ്പ് ആയാലും എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ അർജുനോട് പ്രത്യേക എന്തോ ഒരു ഫീലിങ്സ് നമ്മുടെ ശ്രീധുനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇത്രയേറെ സ്നേഹിക്കുന്ന അമ്മ പറഞ്ഞിട്ട് പോലും ഇപ്പോൾ നമ്മൾ അർജുനുമായിട്ടാണ് ഈ ഒരു ഡാൻസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മാറ്റി വേറെ ആരെങ്കിലും ചെയ്യാമായിരുന്നല്ലോ അല്ലേ. എന്തായാലും ശ്രീധു വീണ്ടും ഗെയിമിലേക്ക് വരികയാണ്. അതായത് ശ്രീധുവിൻ്റെ കോംബോ ഗെയിമിലേക്ക് വരികയാണ്. നമുക്ക് നോക്കാൻ വേണ്ടി എന്താകും എന്നുള്ളത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.